യൂറോപ്പിന്റെ യഹൂദ ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ പ്രാധാന്യവും അതുയർത്തുന്ന ധാർമ്മിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യവും ഊന്നിപ്പറഞ്ഞ് ലിയോ 14 പാപ്പ 2025 ഡിസംബർ 10 ബുധനാഴ്ച രാവിലെ യൂറോപ്യൻ പാർലമെന്റിലെ മധ്യ-വലതുപക്ഷ രാഷ്ട്രീയ വിഭാഗത്തിലെ കൺസർവേറ്റീവ് റിഫോമിസ്റ്റ് പാർട്ടികളുടെ പ്രതിനിധികൾക്ക് വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച വേളയിലാണ് പാപ്പയുടെ പരാമർശം. യൂറോപ്യൻ പാർലമെന്റിലെ മധ്യ-വലതുപക്ഷ രാഷ്ട്രീയ വിഭാഗമായി കണക്കാക്കപ്പെടുന്ന കൺസർവേറ്റീവ് റിഫോമേറ്റീവ് ഗ്രൂപ്പിലെ പാർലമെന്റ് അംഗങ്ങൾക്ക് ലിയോ 14 പാപ്പ വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു. ഡിസംബർ 10 ബുധനാഴ്ച രാവിലെ ക്ലമന്റൻ ഹാളിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സമൂഹത്തിന്റെ താഴെത്തട്ടിൽ ജീവിക്കുന്നവരുൾപ്പെടെ എല്ലാവർക്കും വേണ്ടിയും പൊതുനന്മ ലക്ഷ്യമാക്കിയും പ്രവർത്തിക്കുവാനും എന്നാൽ യൂറോപ്പിന്റെ യഹൂദ ക്രൈസ്തവ വേരുകൾ മറക്കാതിരിക്കുവാനും പാപ്പ ആഹ്വാനം ചെയ്തു. യൂറോപ്പിന്റെ ക്രൈസ്തവ പാരമ്പര്യം ഉൾപ്പെടെയുള്ള മതപൈതൃകം ഉയർത്തിക്കാട്ടുന്നത് പ്രദേശത്തുള്ള ക്രൈസ്തവ സമൂഹങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനു വേണ്ടി മാത്രമല്ല, മറിച്ച് യൂറോപ്പ് എന്താണെന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നതിന്റെ കൂടി ഭാഗമാണെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. യൂറോപ്പിന്റെ വ്യക്തിത്വം മനസ്സിലാക്കേണ്ടത് അതിന്റെ യഹൂദ ക്രൈസ്തവ വേരുകളുടെ പശ്ചാത്തലത്തിൽ വേണമെന്ന് മുൻ പാപ്പമാർ പറഞ്ഞിരുന്ന കാര്യവും ലിയോ 14 പാപ്പ ഓർമ്മിപ്പിച്ചു. ദാരിദ്ര്യം, സാമൂഹികമായ ഒറ്റപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രതിസന്ധികൾ, അക്രമങ്ങൾ തുടങ്ങിയ യാഥാർത്ഥ്യങ്ങളുടെ മുന്നിൽ ക്രൈസ്തവീകത ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികതയും മൂല്യങ്ങളും വലുതാണെന്ന കാര്യവും പാപ്പ അനുസ്മരിച്ചു. സഭയുടെ ഉദ്ബോധനങ്ങളും സ്വരവും നിലനിൽക്കേണ്ടതിന്റെ ആവശ്യം എടുത്തു പറഞ്ഞ പാപ്പ ഇത് പഴയ കാലത്തേക്കുള്ള തിരിച്ചുപോക്കിനല്ല, മറിച്ച് സഹകരണവും മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്ന മനോഭാവവും തുടങ്ങിയ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിന്റെയും അവ നഷ്ടം വന്നു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നതിന്റെയും കൂടി ഭാഗമാണെന്ന് പാപ്പ പറഞ്ഞു. പൊതുനന്മ ലക്ഷ്യമാക്കി യൂറോപ്പിലെ ക്രൈസ്തവ സമൂഹം ചെയ്യുന്ന പ്രവൃത്തികളുടെ സത്ഫലങ്ങൾ അവിടെയുള്ള പൊതുസമൂഹവും സ്വീകരിക്കുന്നുണ്ടെന്ന് മറക്കരുതെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തി. വലിയ കത്തീഡ്രൽ ദേവാലയങ്ങൾ, കല, സംഗീതം, ശാസ്ത്ര പുരോഗതി, യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ യൂറോപ്പിലെ ക്രൈസ്തവ പൈതൃകം സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. യൂറോപ്പിന്റെ ചരിത്രത്തിൽ നിന്ന് ക്രൈസ്തവീകതയെ മാറ്റി നിർത്താനാകില്ലെന്ന കാര്യം എടുത്തു പറഞ്ഞ പരിശുദ്ധ പിതാവ് ഇത് ആഘോഷിക്കപ്പെടേണ്ടതും കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതുമായ ഒരു യാഥാർത്ഥ്യമാണെന്നും ഓർമ്മിപ്പിച്ചു. നിയമപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ എന്ന നിലയിൽ കൺസർവേറ്റീവ് റിഫോമേറ്റീവ് ഗ്രൂപ്പ് യൂറോപ്പിലെ സമൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങൾക്ക് പാപ്പ നന്ദി പറഞ്ഞു. റോമിൽ നടക്കുന്ന ത്രിദിന കോൺഫറൻസിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് യാഥാസ്ഥിതിക പുരോഗമന പാർട്ടിയിൽ നിന്നുള്ള പ്രതിനിധികൾ വത്തിക്കാനിലെത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.